യെസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 87ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ പറയുന്നു. ദിനവൃത്താന്തം 7 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളും യോഹന്നാൻ 19 അധ്യായത്തിൽ നിന്നുമാണ് ഇന്നത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഓൾറെഡി പോർഷൻസ് എല്ലാവരും വായിച്ച് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ചോദ്യം 1. വീടുകൾ അല്ലെങ്കിൽ കൊട്ടാരങ്ങൾ എന്നർത്ഥം വരുന്ന ഒരു പദം ഏത്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. വീടുകൾ അല്ലെങ്കിൽ കൊട്ടാരങ്ങൾ എന്നർത്ഥം വരുന്ന ഒരു പദം ഏത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, യഹോവയുടെ ആലയത്തിന്റെ അധിപനായിരുന്ന വ്യക്തി ആര്? യഹോവയുടെ ആലയത്തിന്റെ അധിപനായിരുന്ന വ്യക്തി ആര്? മൂന്നാമത്തെ ചോദ്യം, പാഠഭാഗത്തിൽ ഒരു സ്ഥലപ്പേര് ഒരു ശരീര അവയവത്തിന്റെ പേരോടുകൂടെ ആരംഭിക്കുന്നു, ഏതാണ്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. പാഠഭാഗത്തിൽ ഒരു സ്ഥലപ്പേര് ഒരു ശരീര അവയവത്തിന്റെ പേരോടുകൂടെ ആരംഭിക്കുന്നു, ഏതാണത്? നാലാമത്തെ ക്വസ്റ്റ്യൻ, യേശു ധരിച്ചിരുന്ന ഒരു വസ്ത്രത്തിന്റെ പേര് പാഠഭാഗത്ത് 3 പ്രാവശ്യം രേഖപ്പെടുത്തിയിരിക്കുന്നു, വസ്ത്രം ഏത്? ഈ വസ്ത്രത്തിന്റെ പ്രത്യേകത എന്ത്? യേശു ധരിച്ചിരുന്ന ഒരു വസ്ത്രത്തിന്റെ പേര് പാഠഭാഗത്ത് 3 പ്രാവശ്യം രേഖപ്പെടുത്തിയിരിക്കുന്നു, വസ്ത്രം ഏത്? ഈ വസ്ത്രത്തിന്റെ പ്രത്യേകത എന്ത്? അഞ്ചാമത്തെ ചോദ്യം, ഞാൻ ഒരു പുരുഷനാണ്, എൻ്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം മാറ്റിയാൽ വസ്ത്രം എന്ന പദത്തിനെ മറ്റൊരു ഭാഷയിൽ പറയുന്ന വാക്ക് കിട്ടും, എന്നാൽ പുരുഷന്റെ പേരെന്ത്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. ഞാൻ ഒരു പുരുഷനാണ്, എൻ്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം മാറ്റിയാൽ വസ്ത്രം എന്ന പദത്തിനെ മറ്റൊരു ഭാഷയിൽ പറയുന്ന വാക്ക് കിട്ടും, എന്നാൽ പുരുഷന്റെ പേരെന്ത്? അപ്പോൾ ഇതാണ് ഇന്നത്തെ 5 ക്വസ്റ്റ്യൻസ്. എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതിന്റെ ഉത്തരം താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വിത്ത് റെഫറൻസ് അയച്ചോളൂ. ഇതിന്റെ ആൻസേഴ്സ് നാളെ റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഉത്തരങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഏഞ്ചൽ സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ.